അർജുൻ പീതാംബരൻ കൂടി ഉണ്ട് വിവരങ്ങളുമായിട്ട്. അർജുൻ, ഇപ്പോൾ 9 പേരാണ് ഇന്ന് പുലർച്ചെ നടന്നിട്ടുള്ള ഈ ആക്രമണത്തിൽ കസ്റ്റഡിയിലായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 9 പേരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇതിൽ തുടക്കം മുതലേ തന്നെ മറ്റൊന്നും പുറത്തു വന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റു പല ഗൂഢാലോചന ഉണ്ടാകുന്ന വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഈ 9 പേരുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമോ മറ്റെന്തെങ്കിലും പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അക്ഷയ, ഇത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. ഈ 40 പേരും ആക്രമണം നടത്തിയത് 40 പേരുടെ സംഘമാണ്. അതിൽ 9 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് പോലീസിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ അത് പുറത്ത് അറിയിക്കൽ, അല്ലെങ്കിൽ ഈ 9 പേരും ഏതൊക്കെ സംഘടന അല്ലെങ്കിൽ ഏത് യൂണിയനിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന് ഇതുവരെയും വിശദമാക്കാനോ വ്യക്തമാക്കാനോ പോലീസ് മുതിർന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവർക്ക് നേരിട്ട് ഈ പ്രതിയുമായിട്ട് സഞ്ജയ് റോയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം പോലീസും വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ആരോപണം അവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല അത് തന്നെയാണ് ഈ റെസിഡന്റ് ഡോക്ടർമാരും ആ പ്രതിഷേധത്തിൽ ഇരിക്കുന്ന മറ്റ് ഡോക്ടർമാരും എല്ലാവരും ഒരുപോലെ ആരോപിക്കുന്നത്. കാര്യം ഈ കൃത്യം നടന്ന് ആദ്യ നാൾ മുതൽ തന്നെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ അടക്കം തെറ്റായ കാര്യങ്ങൾ ഈ കുടുംബത്തെ ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു FIR എടുക്കാനോ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാനോ പോലും ആ ആശുപത്രി അധികൃതർ മുതിർന്നില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു പവറും അതുപോലെ തന്നെ സ്വാധീനവും ഈ പ്രതികൾക്കും ആ ആശുപത്രി അധികൃതർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ 40 പേരടങ്ങുന്ന സംഘം അവർ ആ സമരത്തിലിരിക്കുന്ന ഈ ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കാനും അതുപോലെ തന്നെ സമരം തകർക്കാനും വേണ്ടി എത്തിയവരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് കൃത്യമായിട്ടും നേരിട്ടും ഇയാളുമായിട്ട് ബന്ധമുണ്ട്, ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായി കൂടുതൽ പ്രത്യേകിച്ച് വ്യക്തി വിവരങ്ങളടക്കം ഇപ്പോൾ പോലീസ് പുറത്ത് വിട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരുടെ മൊഴിയെടുത്ത് മറ്റ് സംഘങ്ങളെ കൂടി ഈ 40 പേര് അടങ്ങുന്ന സംഘത്തിലെ മറ്റുള്ള ആൾക്കാരെ കൂടി കസ്റ്റഡിയിൽ എടുക്കണം. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സഞ്ജയ് റോയ്ക്ക് ഒപ്പമുള്ള മറ്റ് ആളുകളെ കൂടി കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള കാര്യമാണ്. അതുകൂടി കേന്ദ്രീകരിച്ചായിരിക്കും CBIയുടെ അന്വേഷണം എന്തായാലും മുന്നോട്ട് പോകുക. ഈ സഞ്ജയ് റോയ് ഇപ്പോൾ ഉള്ളത് CBIയുടെ കസ്റ്റഡിയിലാണ്. അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റ് സാക്ഷികളെയും എല്ലാം തന്നെ ഇപ്പോൾ അവരുടെ എല്ലാം മൊഴിയെടുത്തുകൊണ്ടാണ് CBIയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സംഘങ്ങളാണ് CBIക്ക് ഉള്ളത്. അതിൽ ഫോറൻസിക് ടീമുണ്ട്, മെഡിക്കൽ ടീമുണ്ട്, അന്വേഷണത്തിലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ടീമുണ്ട്. എന്തായാലും ഇവരുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ തർക്കങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെയും ഇപ്പോൾ സന്ദേശ് കാലിയിലടക്കം നമ്മൾ കണ്ടതാണ്. ഒരു തൃണമൂലിൻ്റെ മുതിർന്ന നേതാവ് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നു. അത് തൃണമൂൽ പ്രവർത്തകർ തന്നെ അയാളെ സംരക്ഷിക്കുന്നു. പിന്നീട് വലിയ രീതിയിൽ രാഷ്ട്രീയ തർക്കം ഉണ്ടായ സമയത്ത് തൃണമൂലിൻ്റെ ആളുകൾ നേതാക്കൾ തന്നെ ഇടപെട്ട് അയാളെ പോലീസിന് കാണിച്ചു കൊടുക്കുന്ന ഒരു നിഷേധിക്കപ്പെടുമ്പോൾ ഒപ്പം നിൽക്കേണ്ട ഭരണകൂടം തന്നെ തെളിവ് നശിപ്പിക്കാനും പ്രതിഷേധിക്കുന്നവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള അവസ്ഥയാണോ ബംഗാളിൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ആ ഒരു